നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ വർക്ക് ഐഡൻറ്റിഫൈ ടെർമിനൽസ്, പാർട്സ് ആൻഡ് ഡി സി കണക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി സി മെഷീൻസ് എന്ന വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഇതൊരു സീരീസ് ടെസ്റ്റ് ലാമ്പ് വെച്ച് ഒരു ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ വൈൻഡിങ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന വർക്കാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് സീരീസ് ടെസ്റ്റ് ലാമ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഒരു ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ 3 തരം വൈൻഡിങ് കാണിച്ചിട്ടുണ്ട്. ആർമേച്ചർ, ഷണ്ട് ഫീൽഡ്, സീരീസ് ഫീൽഡ്. അതിൻ്റെ ടെർമിനൽസാണ് 1, 2 എന്ന് കാണിച്ചിരിക്കുന്നത് ആർമേച്ചർ ടെർമിനൽസും 3, 4 എന്ന് കാണിച്ചിരിക്കുന്നത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും 5, 6 എന്ന് കാണിച്ചിരിക്കുന്നത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ആണ്. ഓരോ വൈൻഡിങ്ങിലും ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ് എങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് വേണം പരിശോധിക്കാം എന്നുള്ളത്, അതായത് ലാമ്പിൻ്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് പ്രാക്ടിക്കൽ വർക്കായി നേരിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഡി സി മെഷീനെ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സുകളെ കുറിച്ചാണ്. അതിൻ്റെ സ്റ്റേറ്റർ ഭാഗം, റൊട്ടേറ്റിംഗ് ഭാഗം, ആർമേച്ചർ വൈൻഡിങ് ആണ് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ഭാഗം, ഫീൽഡ് ഭാഗം, അതായത് സ്റ്റേറ്റർ ഭാഗത്താണ് സ്റ്റേറ്റർ വൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടാവുക, ആർമേച്ചർ വൈൻഡിങ്, അതുപോലെ ബെയറിങ്സ്, കമ്മ്യൂട്ടേറ്റർ, ഇതൊക്കെ ആർമേച്ചറിൻ്റെ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം അതിൽ വ്യക്തമായി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഷണ്ട് ജനറേറ്ററിൻ്റെ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. E1, E2 എന്നുള്ളത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസാണ്. A1, A2 ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ A1, A2 എന്ന ടെർമിനൽസാണ്. ഓക്കെ, ഇതൊരു ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. E1, E2 ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസാണ്. D1, D2 കാണിച്ചിരിക്കുന്നത് സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്. A1, A2 ആർമേച്ചർ. ഓക്കെ, ഇതൊരു ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ഡയഗ്രമാണ്. അതായത് ഈ ജനറേറ്ററുകളിലെല്ലാം വൈൻഡിങ്ങൾ ആർമേച്ചറിന് സീരീസ് പാരലൽ എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കോമ്പൗണ്ട് ജനറേറ്ററിന് ഈ 3 വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ ഷോർട്ട് ഷണ്ട് ക്യൂമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ, ഷോർട്ട് ഷണ്ട് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ, ലോങ് ഷണ്ട് ക്യൂമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ, ലോങ് ഷണ്ട് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ എന്നീ ഇവയുടെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ജനറേറ്ററിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം ആർമേച്ചറിൻ്റെ വൈൻഡിങ് സെയിമാണ്. ആർമേച്ചറിനെ, അതായത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും കൊടുക്കുന്ന രീതി, ആ വൈൻഡിങ്ങിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്ന രീതി മാത്രമേ വ്യത്യസ്തതയുള്ളൂ. അതിൻ്റെ ഡിഫറെൻറ്റ് പർപ്പസ് ആയിരിക്കും ഈ ജനറേറ്ററുകളിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ ടെർമിനൽസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ് വെച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതൊരു ഡി സി കോമ്പൗണ്ട് മെഷീനാണ്. ഈ ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ ടെർമിനൽസ് ചെക്ക് ചെയ്യുന്ന വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ടെർമിനൽസിനെ കുറിച്ചൊന്ന് പറയാം. ഇതിനകത്ത് AW എന്ന് കാണിച്ചിരിക്കുന്ന ആർമേച്ചർ A1, A2 ആണ്. ഓക്കെ, ഈ SS കാണിച്ചിരിക്കുന്നത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസാണ്. ZZ കാണിച്ചിരിക്കുന്നത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസാണ്. ഒരു ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ സ്റ്റാൻഡേർഡ് ടെർമിനൽസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് A1, A2, D1, D2, E1, E2 എന്നാണ്. അതായത് E1, E2 ഷണ്ട് ഫീൽഡും D1, D2 സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും A1, A2 ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസാണ്. ഓക്കെ, ഈ ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ്. 2.5 കിലോ വാട്ട്
DC മെഷീനാണ്. ഇതിൻ്റെ വോൾട്ടേജ് 220 ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ചെക്കിങ് രീതി എങ്ങനെയാണ് നോക്കാം. ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ് വെച്ച് ഈ വൈൻഡിങ്ങുകൾ ചെക്ക് ചെയ്യുമ്പോൾ ലാമ്പിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ആർമേച്ചർ ആണെങ്കിൽ A1 A2 ആർമേച്ചർ സീരീസ് ടെസ്റ്റ് ലാമ്പ് കൊടുക്കുമ്പോൾ ബ്രൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കണം. ഓക്കെ, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലും കൊടുക്കുമ്പോൾ ലാമ്പ് ബ്രൈറ്റ് കണ്ടീഷൻ കാണിക്കണം. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ ലാമ്പ് കണക്ട് ചെയ്യുമ്പോൾ ഡിമ്മായിട്ട് കാണിക്കണം. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഒരു വർക്കിംഗ് ആയ ഒരു കോമ്പൗണ്ട് മെഷീൻ്റെ സീരീസ് ടെസ്റ്റ് ലാമ്പ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ 3 തരത്തിലുള്ള മെത്തേഡാണ് കാണിക്കുക. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ് ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. A1 A2. ഓക്കെ, ടെസ്റ്റ് ലാമ്പ് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാമ്പിൻ്റെ കണ്ടീഷൻ നോക്കാം. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ലാമ്പ് ബ്രൈറ്റാണ്. അതുകൊണ്ട് ഇത് ആർമേച്ചറിൻ്റെ വൈൻഡിങ് ആണ്, A1 A2 ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത കണ്ടീഷൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ സീരീസ് ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലാമ്പ് ബ്രൈറ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ 2 ടെർമിനൽസ് ആണെന്ന് പറയാം. അത് വർക്കിംഗ് ആണ്, ചെക്കിങ് ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത വൈൻഡിങ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ്. സീരീസ് ടെസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻ നോക്കാം. ഓക്കെ, ലാമ്പ് കത്തുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാം, നമുക്ക് 3 ടെർമിനൽ ആർമേച്ചറിൽ ബ്രൈറ്റ് ആയിരിക്കും, സീരീസ് ഫീൽഡിലും ബ്രൈറ്റ് ആയിരിക്കും, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ ഡിം ആയിരിക്കും. ഇതാണ് ഒരു DC കോമ്പൗണ്ട് മെഷീൻ്റെ 3 വൈൻഡിങ്ങുകളായ ആർമേച്ചർ, സീരീസ്, ഷണ്ട് ഫീൽഡിൻ്റെ ടെർമിനൽസ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.